പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഡൈനോസർ അയക്കണം. അപ്പൊ ഞാൻ ജുറാസിക് പാർക്കിലാണ്. അപ്പൊ നമ്മളെ മുട്ടൊക്കെ നമ്മളിട്ടിങ്ങനെ. അപ്പൊ നമ്മള് മൂന്നാളിന്റെ അപ്പൊ ദൂരത്തത് കണ്ടിട്ടുണ്ടാക്കി. നമ്മള് മൂന്നാളും കൂടെ ഈ ജുറാസിക് പാർക്കിൽ നിന്ന് ചാടാൻ പോകുന്നു. നമ്മൾ ഇവിടെ കുറെ കഷ്ടപ്പെട്ട് കടുപ്പം ചെയ്ത്. അപ്പൊ നമ്മള് മൂന്നാളും കൂടെ ചാടാൻ പോകും. അതിന്റെ അടുത്തേക്ക് നേരെ മണ്ടി പോവാം. പക്ഷെ അതിന് ഫസ്റ്റ് ഒരാളെ എത്തിക്കുന്നതാണ്. ഒരാൾ കൂടെ വരാണ്ട്. അപ്പൊ അത് അവിടെ നിങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മള് മൂന്നാളോട് ചാടാൻ പോകണം. അപ്പൊ നമ്മളെ ബൽദൊന്നും കാണാൻ പാടില്ല, ആരും കാണാതെ ഇറങ്ങണം. പിന്നെ ഗേറ്റിന്റെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് നമ്മള് മൂന്നാളെ എത്തിക്കും. നമുക്ക് നേരെ പോകാനുള്ള പ്ലാനൊക്കെ നമ്മള് ഏകദേശം ഇട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, കാണാൻ പാടില്ല. ഈ കണ്ടെന്ന് കുഴപ്പമുണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഡൈനോസർ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ വലിയ ഡൈനോസർ ഇവിടെ ഉണ്ടാവും. നമ്മള് മൂന്നാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. നമ്മൾ കുറെ കടുപ്പം ചെയ്ത് ഇവിടെ കുറെ ആക്രമിക്കൊക്കെ ചെയ്തതിനും നമുക്ക് ജുറാസിക് പാർക്കിൽ നിന്ന് കഴിച്ചില്ലാന്നാല് നമ്മളെ കടുപ്പം ചെയ്യാൻ പറ്റും. നമുക്ക് സിറ്റിയെ തല കുത്തണ മറിച്ചും. അപ്പൊ നേരെ നമുക്ക് വാതിലിന്റെ അങ്ങോട്ട് പോ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. നമുക്ക് നേരെ പോകാൻ പറ്റുമോ നോക്കാം. അതിനുശേഷം നമ്മള് പുറത്തെത്തി. ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, കാണുമെന്ന് അറിയില്ല. നമുക്ക് വാതിലൊക്കെ തുറന്നു നിൽക്കാം. നമുക്ക് നേരെ നോക്കാം, ഇവിടെ നിൽക്കാം. പക്ഷെ ഇവിടെ നിന്നപ്പോ നമ്മള് മറ്റാൾ ഉണ്ടിരിക്കും. സെക്യൂരിറ്റി കണ്ടു. സെക്യൂരിറ്റിനെ കണ്ടു വർത്താനം പറഞ്ഞിട്ട് പോയാലും താനല്ലേ ഇവിടെ കുറിച്ച് ഈ ജന്തുക്കൾ അങ്ങനെ രക്ഷപ്പെട്ട് എനിക്ക് രക്ഷപ്പെടാനൊക്കെ കഴിയും. തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മൂന്നാം വിചാരിച്ച തന്നെ കാണിച്ചു തരാൻ പറ്റും. ഞാൻ വിചാരിച്ച നിങ്ങളെ കൊടുക്കാനും പറ്റും. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മളൊരു കുടിക്കുക ഇവിടെ എന്തായാലും കെട്ടിയിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളെ മൂന്നാൾ ഒരുമിച്ച് എന്താ ആക്കിക്കണം എന്താന്ന് അറിയാം. അയാൾ ആക്കിയതാ സെക്യൂരിറ്റി. നമ്മളെ മൂന്നാൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആക്കിയതാ. ഇനി എന്താ ചെയ്യേണ്ടത് നമുക്കൊന്നും അറിയണില്ല. തലയിൽ കളറൊക്കെ അടിച്ചാണ് ഇയാൾ ആക്കിയതാണ്. നമുക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഇനി എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല, എന്താണ് അറിയില്ല. പക്ഷെ നമ്മൾ കുറെ നേരം നിന്ന് ഇപ്പൊ ഒരു വണ്ടി വന്നാണ്ട് കൊണ്ടുപോണ്ട്. വണ്ടിയിൽ ആരാതൊന്നും അറിയില്ല. നമ്മൾ മൂന്നാള് വണ്ടി കയറ്റിയും നമ്മൾ ജുറാസിക് പാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാ തോന്നുന്നു. എന്താണെന്നൊന്നും അറിയില്ല. ജുറാസിക് പാർക്കിൽ ഇട്ടാൽ അവിടെ നിന്നാ അതിൽ എന്തിനാണ് രക്ഷപ്പെടുന്നത്? തനിക്കൊക്കെ അത് പറഞ്ഞതല്ലേ. ഇവിടെ നിന്നോക്ക്, നമുക്ക് കിട്ടിയ മാനനഷ്ടങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എവിടാ കൊടുക്കുന്നത് ഇവിടെ സ്ഥലം നിങ്ങൾക്ക് അറിയില്ല. കറക്റ്റായിട്ട് ഇത് ഇവിടെ ഇവിടെ ഇട്ടുകഴിഞ്ഞ് എന്താണെന്ന് ചെയ്യണമെന്നൊന്നും അറിയില്ല. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തത് നമ്മൾ ചോർക്കയിലേക്ക് കൊണ്ടുപോയില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇട്ടുകള് ഈ ഡൈനോസറിനൊക്കെ മതിയാർക്ക് ആ പാർക്കിൽ നിന്നാതില്ല. എന്തിനാ അങ്ങനെ ചാടിയത്? മതിയാർക്ക് നമ്മളെ മെനക്കെടുത്താൻ വേണ്ടിട്ട് ജുറാസിക് പാർക്കിൽ നിന്നാതില്ല. പാർക്ക് എന്നൊക്കെ എന്തിനാ ജുറാസിക്കാർ ചാടണം? അവിടെ വളർത്തുന്ന ജുറാസിക് പാർക്ക് ഇട്ടിങ്ങനെ നിങ്ങളെ ഗേറ്റ് ഇട്ട് പൂട്ടാനാ പറഞ്ഞത്. നമുക്ക് നേരെ ഗേറ്റ് എടുത്തുകൊണ്ട് നേരെ വെക്കാം. നിങ്ങൾ ഇനി പുറത്തേക്ക് ഒരിക്കലും ചാടിയത്. പക്ഷെ അതിന് ഗേറ്റ് ഒക്കെ ഇട്ട് പൂട്ടി. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിനായിട്ട് അടിപൊളിയാക്കി ഇടുന്നേക്കണം. അപ്പൊ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ആകത്തും. നല്ലൊരു വീഡിയോ കാണാൻ ബൈ. അപ്പൊ ഇതിന്റെ വേറെ എന്തെങ്കിലും അനിമലാക്കി ഇടാനും ചായ കമന്റ് ചെയ്യാത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.